അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രീ ഫയർ ആയിട്ടാണ്. സോ ഇതിനകത്ത് കുറേ അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാൻ കുറേ താമസിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഇതിനകത്ത്. സോ ഏതായാലും ഇപ്പോൾ പുതിയ അപ്ഡേഷൻസ് വന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണേ. സോ ഞാനേതായാലും ഇപ്പോൾ വീഡിയോ ഇടുന്നത് ഇതിനകത്ത് റെഡ് മൂണൊക്കെ വന്നിട്ടുണ്ട്. സോ ഇറ്റാച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇറ്റാച്ചൊക്കെ ഇരിക്കുന്നുണ്ടോ? ഞാനിത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കുറേ നേരമായിരുന്നു. പിന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഒരു വീഡിയോ കൂടെ ഇട്ടേക്കാമെന്ന്. സോ കൺഫേം കൊടുത്തു. എടാ എൻ്റെ ക്യാരക്ടറെ കാണുന്നില്ല. അയ്യേ കേസിൻ്റെ ക്യാരക്ടറൊന്നും ഉണ്ടോ? ന്യൂബ് മറ്റേ ആൻഡ്രൂ. കേസ് ഞാൻ പണ്ടൊരു ദിവസം ഇവനെ വെച്ചോണ്ട് ക്ലാസ് കോഡ് കളിച്ചിട്ടുണ്ട്. എൻ്റെ ഓസ്കറില്ലാത്തപ്പോൾ ക്ലാസ് കോഡ് കളിച്ചപ്പോൾ ഇവനെ വെച്ച് കളിച്ചോണ്ടാണ് തോന്നുന്നു ഞാൻ പെട്ടെന്ന് തോക്കുമായിരുന്നു കേസ്. അതുകൊണ്ട് ഞാൻ പണ്ടൊരു ദിവസം എനിക്ക് സോണിയ ക്യാരക്ടറൊക്കെ ഇതായിട്ടോ. ഓറിയോണാണ് എൻ്റെ ക്യാരക്ടർ. എടാ ഇവൻ്റെയൊക്കെ ലുക്ക് കണ്ടില്ലടാ. എന്നാ ലുക്കാണെന്നുണ്ടോ? എൻ്റെ എപ്പിക് നിഞ്ച ട്രെയിൻസോ അതെന്തേലാട്ടെ. സോ ഇത് കണ്ടില്ലേ, റെഡ് മൂണൊക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്പിൻ ഫ്രീ എടാ, ഫ്രീ ആയിട്ട് ഫസ്റ്റ് സ്പിൻ. എൻ്റെ പോലെ എടാ ഇതെന്താ കാടത്? ഇതെന്നാ കാടത്? മേളിലേക്ക് എടുക്കാൻ ഇവർ പറയണുണ്ട്. അതിനകത്ത് നെക്കി ഓക്കെ. ഇനി ഗോൾഡ് റോയിൽ പോയിട്ട് ഫ്രീ ആയിട്ട് ഒരു സ്പിൻ ചെയ്യാനുണ്ട്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ വരുന്നത്. ഒരു സ്പിന്നും കൂടി ചെയ്യണോ? ചെയ്തേക്കാം, വൈ നോട്ട്. എന്താ പ്രശ്നം? ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, എക്യൂപ്പ് കൊടുത്തിട്ടുണ്ട്. എക്യൂപ്പ് കൊടുത്തു. എടാ എക്യൂപ്പ് കൊടുത്താൽ നമ്മുടെ പാൻറ് ഇതായി മാറും. എൻ്റെ മോനോടെ കുറേ ഇത് വന്നിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായി എടുത്തു പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നിഞ്ച വാറിലേക്ക് പോവാം. നിഞ്ച വാറിലേക്ക് എടാ ക്ലൈം ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്നോട് ക്ലൈം ചെയ്യണ്ട. ഇമോട്ടെല്ലാം ആണോ നോക്കാം? അല്ലടാ, ഇമോട്ടൊന്നും അല്ല വന്നേക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചല്ലേ ഇമോട്ടായിരിക്കുന്നത്. എടാ എൻ്റെ ക്യാരക്ടർ ഒരു ഗേളായി മാറി. അതേതായാലും നല്ല കാര്യമാണ്. ഓക്കെ ഓക്കെ. എൻ്റെ മോനാടാ സെറ്റ്. എടാ നോക്കിയോടാ. എടാ എനിക്കിതുപോലെ ആവാൻ പറ്റുമെന്നെങ്കിൽ ഇതൊക്കെ നോക്കിക്കേ. എൻ്റെ മോനടാ, ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഫ്രീ ഫയറിൽ കാണുന്നത്. ഓക്കെ, ഇത് റെഡ് മൂൺസ് ഡീസ്കൻസ് ചലഞ്ച് എപ്പിക് നിഞ്ചാസ് ആൻഡ് കംപ്ലീറ്റ് ദ അൾട്ടിമേറ്റ്. വായിക്കാൻ പറ്റിയില്ല. എടാ ഫ്രീ ചലഞ്ച് നമ്മൾ ജയിക്കണോ? 7 സക്സസ്. എടാ ഇറ്റാച്ചിനോട് നമ്മൾ ഫൈറ്റ് ഇടണോ? നമ്മൾ പൊട്ടിയുടെ ഡിഫീറ്റായി. ട്രൈ 1 മോർ ടൈം. നെക്സ്റ്റ് ചലഞ്ച് സക്സസ് റേറ്റ്. അവിടെ ഇതൊക്കെ എന്താ ഇവിടെ വന്നേക്കണേ ഗൈസ്? കുറേ ക്ലൈം ചെയ്യാനൊക്കെ ഉണ്ട്. ഞാൻ കുറേ ക്ലൈമൊക്കെ ചെയ്യണം എനിക്കിനി. ഓക്കെ, ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി 25 എണ്ണം വേണം. ഞാൻ 25 എണ്ണം എടുത്തിട്ടില്ല. ഓക്കെ മാറ്റി. ഓക്കെ എടാ എനിക്ക് ഒന്നുകൂടെ സ്പിൻ ചെയ്യാൻ പറ്റുമോ? പക്ഷേ കഷ്ടമായിപ്പോയി. ഒന്നുകൂടെ സ്പിൻ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ. ഞാൻ ഓരോ വീഡിയോ എടുക്കുമ്പോഴും എനിക്കിങ്ങനെയാണ്. ഓക്കെ, ഞാൻ ഇതിനകത്ത് കുറേ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഞാനതിൽ നിങ്ങളെ ഇനി ബോറടിപ്പിക്കുന്നില്ല. ഞാൻ നേരെ ബാറ്റ് റോയിലേക്ക് വിട്ടു. ബാറ്റ് റോയിലല്ല, BR ആണ്. അത് സീനില്ല. ഞാൻ BR കളിക്കാമെന്ന് വിചാരിച്ചു. സോ BR ഇതുണ്ടല്ലേ, BR ഞാൻ പെട്ടെന്ന് തോക്കും ഗൈസ്, അത് ഉറപ്പാണ്. ഗൈസ് എൻ്റെ പുറകിലൊക്കെ വന്നാണ്ടോ? ഗൈസ് എൻ്റെ പുറകിലൊരു കത്തിയൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ ഇതേ മാറിപ്പോയി. ഞാൻ വിചാരിച്ചു ഒന്നാമത് സ്റ്റാർട്ട് ചെയ്താണെന്ന്. ഇതൊക്കെ എന്താ മറ്റേ ഡെസേർട്ടാണത്. ഡെസേർട്ട് മറ്റേ എടാ മാക്സിമം ക്യാരക്ടറൊക്കെ ഉണ്ട് ഇതിനകത്ത്. നിനക്ക് ഇമോട്ട് ഇടാൻ പറ്റുമോ? ഇമോട്ട് ഇപ്പം ഇടണ്ട. എടാ മാക്സിമം ഒക്കെ ഉണ്ടാ. ഇത് എൻ്റെ എൻ്റെ ഒരു ലേഡി ക്യാരക്ടറാണ്, ഗേള്. എടാ എന്താ ഇവളൊക്കെ ഇവനെയൊക്കെ കൊല്ല്. അയ്യോ എടാ എൻ്റെ മോനെടാ. എടാ നോക്കിക്കടാ, നമ്മുടെ പ്ലെയിൻ തന്നെ മാറിപ്പോയി. എടാ നോക്കിക്കടാ, അപ്ഡേറ്റ്സ് നോക്കി ഇതിൻ്റെയൊക്കെ. എൻ്റെ പുറകിലാണ് ഒരു കത്തി പോലുള്ള സാധനം. നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന ആദ്യത്തെ വെപ്പണാണെന്ന് തോന്നുന്നു. എൻ്റെ ലോബിയിലൊന്നും കാണിക്കുന്നില്ലല്ലോ. എൻ്റെ ലോബിയിൽ കാണിക്കുന്നില്ലല്ലോ അതിന് ഇതൊന്നും. ഓക്കെ എടാ എൻ്റെ ന്യൂട്ട് ബോക്സിന് സ്കിന്നുണ്ടോ? അത് ചാവുമ്പോൾ അറിയാം. ഓക്കെ, ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എടാ എനിക്ക് TV ടവറിലേക്ക് പോകണമായിരുന്നു. എടാ കോഡ് പക്ഷേ കോർഡെന്ന് പറയുന്നൊരു ഗണ്ണാണ്. മേളിൽ ആൾ നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അവനെ വെടിവെക്കണ്ട. ഇവനെ വെടിവെക്ക്. അവനെ കൊല്ല്. കൊന്നു.
ഓക്കെ 32 ഉണ്ടാവോ? എൻ്റെ 3 ഉണ്ടോ വേസ്റ്റായി വെറുതെ. ബൈസൺ കിട്ടി. ബൈസൺ. എടാ ചാവ്. എടാ എന്താ അവിടെ മേളിൽ മറ്റേ സാൻഡിനോയുടെ പുതിയ ക്യാരക്ടറിൻ്റെ പവറാണോ? സാൻഡിനോയ്ക്ക് ഇങ്ങനത്തെ പവറുണ്ടോ? ഓക്കെ അവനവിടെ ഇതാവുന്നുണ്ട്. അവൻ ചത്ത്. ഡബിൾ ടേക്ക് ഡൗൺ. ഇവിടെ എന്താണ്? ഷോട്ട് ഗണ്ണാ. അതിൻ്റെ ഉണ്ടയും കൂടെ എടുത്തേക്കാം. എടാ എൻ്റെ ന്യൂട്ട് ബോക്സിന് സ്കിന്നില്ല. പക്ഷെ നമ്മൾ റിവൈവ് ആവും, അത് വലിയ കാര്യമില്ല. TG സൂപ്പർ പ്രോയോ? അയ്യേ ഇവൻ പ്രോയാണെന്നൊക്കെ. എൻ്റെ ഒറ്റ കൈ മതി നിന്നെയൊക്കെ തീർക്കാൻ. കാണിച്ചു തരണോടാ? വേണ്ട, നമ്മൾ വെറുതെ ചാവും. അവനെ കാണിച്ചു കൊടുത്താൽ നമ്മൾ വെറുതെ ചാവും. ഓക്കെ ഞാനിപ്പോൾ നേരെ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. കാരണം എനിക്ക് എൻ്റെ ന്യൂട്ട് സാധനങ്ങളൊക്കെ എടുക്കണം. എനിക്ക് ലൂട്ടില്ല. നമുക്കിപ്പോൾ CS പുതിയ കത്തിയൊക്കെയാണ് കേട്ടോ കിട്ടിയേക്കണേ. എടാ ഇനി വീണ്ടും ഞാൻ ചത്ത്. ഓക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ ഇങ്ങനെ വേണം കളിക്കാൻ. എവിടെയായാലും മുമ്പിൽ ഞാൻ കൊന്ന് മുമ്പിലൊക്കെ ആൾക്കാരുണ്ട്. അവിടെ ഗ്ലൂ ആയിട്ടാണ് എല്ലാ പരിപാടിയും ചെയ്യാൻ. അതൊക്കെയാണ് ഞാൻ. എൻ്റെ മോനെ പറയേണ്ട കാര്യമേ ഇല്ല. ഞാൻ എല്ലാം ചെയ്യപ്പെട്ടത്. ഞാനിവിടെ നമ്മുടെ ഇതെടുത്തിട്ടുണ്ട്. അത് തന്നെ നമ്മുടെ P90. ഓക്കെ ഇവിടെ ഞാൻ എടുത്ത് ഇങ്ങോട്ട് ചാടി. ദേവടുത്ത് പോണു. നിക്കടാ. നമുക്ക് അവനെ ഉള്ളിൽ പോയി കൊല്ലാം. അതല്ലേ നമ്മുടെ ഒരു രീതി. മാളത്തിൽ പോയി കൊല്ലും നമ്മൾ. അതാണ് നമ്മൾ. എടാ ഇവനെവിടുന്ന് എടാ ചത്തടാ. എടാ ഞാൻ ഇനി BR കളിക്കാനില്ല. ഞാൻ പെട്ടെന്ന് എടുത്ത്. എടാ TG സൂപ്പർ പ്രോ. എടാ ഇവൻ നല്ല പ്രോ ആടാ. എടാ ഇവൻ തന്നെയല്ലേ എന്നെ കൊന്നേ. ഗയ്സ് ഞാൻ പ്ലാറ്റിനം 1 ആയി. അത് പറഞ്ഞപ്പോൾ ആലോചിച്ചേ, എൻ്റെ ഈ മാസം കഴിഞ്ഞു പോയതുകൊണ്ട് എൻ്റെ CS റാങ്ക് റോക്കായിരുന്നു. അത് നേരെ മാറി ഇപ്പോൾ പ്ലാറ്റിനം 5 ഓക്കെ ഞാൻ ഈ ലോൺ വുൾഫ് കളിക്കാമെന്ന് തീരുമാനിച്ചു. ഡൗൺലോഡ് ആക്കുന്നുണ്ട്. ലോൺ വുൾഫ് ഡൗൺലോഡായി വരുന്നേ ഉള്ളൂ. ഞാനത് കളിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാനതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എടാ ഇറ്റാച്ചിനെ നോക്കടാ. എടാ ഇതെവിടെ? എടാ എനിക്കിതിനകത്ത് തന്നെ നറൂട്ടോയാണോടാ. എനിക്ക് നറൂട്ടോയാണ് ഇതിനകത്ത്. എന്നെ ലുക്കാവുന്നുണ്ടോ നറൂട്ടോയ്ക്ക്? കോളാബ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 2 അവിടെ എന്തോ വന്നിട്ടുണ്ടല്ലോ. നോക്കട്ടെ. എൻ്റെ മോനെടാ. ഇതിനകത്ത് ഇതെല്ലാം ലോക്കാണല്ലോടാ. ഓക്കെ നമുക്കേതായാലും ഇത് കണ്ടോ റെഡ് മൂണുണ്ടോ അവിടെ? ഓക്കെ എൻ്റെ 5 VR പോലത്തെ സമയം എൻ്റെ 5 എണ്ണേ ഫ്രീ ഫയറിനകത്ത് എനിക്ക് 5 എണ്ണേ ഉള്ളൂ കേട്ടോ. ഓക്കെ ലോൺ വുൾഫ് അയൺ കേജ്. ഓക്കെ അയൺ കേജ് സെറ്റ്. ഓക്കെ ഞാനിവിടെ നമ്മുടെ ഇതെടുത്തിട്ടുണ്ട്. ഏത് നമ്മുടെ P90 ഡെസേർട്ട് ഈഗിളും പിന്നെ MP14. ഓക്കെ ഗൈസ് പിന്നെ കുറച്ച് ഉണ്ടകളും കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ലോൺ വുൾഫേ ഞാൻ കളിക്കുന്നുള്ളൂ. 1v1 ആയിരുന്നു. ഞാൻ 2v2 ആയിരുന്നു പ്രതീക്ഷ. പക്ഷേ 1v1 ആയിപ്പോയി. എടാ ഇവനിതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഇതിനകത്ത് തോക്കൂല ഗൈസ്, ഉറപ്പാണ്. ഞാൻ 1v1 ഭയങ്കര പ്രോയാ. കണ്ടില്ല ഞാനിപ്പോൾ ചാടിയായിരുന്നു ഞാൻ ചത്തേനെ. ഇത് ചാടിയവനങ്ങോട്ട്. പോടാ എന്നൊക്കെ എന്നോടാ വട്ടാണോ? ഒരു ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. ചാവ് കണ്ടോ അവനെ കൊന്നു. ഒരു ഹെഡ് ഷോട്ട് വരെ ഞാൻ കൊടുത്തു അവന്. ഓക്കെ എൻ്റെ ഇച്ചിരി ലൈഫേ പോയിട്ടുള്ളൂ. കണ്ടോ അതാണ് എൻ്റെ പവർ ഗൈസ്. പക്ഷെ അവനടിക്കുന്ന അടിയിൽ എൻ്റെ പകുതി ഹെൽത്തൊക്കെ പോകുന്നുണ്ട്. സോ ഇവനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അയ്യോ എടാ ഇവൻ നല്ല പ്രായമാണല്ലോ. എടാ ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ കാണുന്നത്. ഇവൻ എന്നാ പവറാണെന്നുണ്ടോ? എൻ്റെ പകുതി ഹെൽത്ത് പോയി. ആ ഡെസേർട്ട് ഈഗിൾ ചടിച്ചോണ്ട് ഇവൻ ഡെസേർട്ട് ഈഗിളിൽ പ്രോ ആയി. ഇനി തൊട്ട് ഈ കളിയിൽ ഡെസേർട്ട് ഈഗിൾ എടുക്കണ്ട. അവൻ നല്ല പ്രോ ആണ് ഡെസേർട്ട് ഈഗിളിൽ. അവൻ സ്നൈപ്പറാണോ അടുത്തേ? അതോ AWM? അവിടെ നിന്ന് സൂം പിടിച്ച് നിൽപ്പുണ്ടല്ലോ. സ്നൈപ്പറാ. എൻ്റെ പിന്നെ സൂം എടുക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. എടാ സൂം പിടിച്ച് നിൽക്കുന്നുണ്ടോ അവൻ? ഇതൊക്കെ നമുക്കതൊരു ഈ വഴി പോയിട്ട് അവനൊന്ന് തട്ടിക്കളയാം. പക്ഷെ അവന് അങ്ങോട്ടും കയറിപ്പോയി. ഇവിടെ ദേ നിൽക്കുന്നു. പക്ഷേ എൻ്റെ സൗണ്ട് ഞാനൊന്നും കേൾക്കുന്നില്ല ഒന്നും. എനിക്ക് അതൊരു സംശയമുണ്ട്. കാരണം റെക്കോർഡ് ചെയ്യുന്ന അയ്യോ
എടാ എടാ ഇവ സ്നൈപ്പറിൽ ഒടുക്കത്തെ പ്രോയാടാ. എടാ ഇവ സ്നൈപ്പറിലൊക്കെ പ്രോയാ. ഞാൻ സ്നൈപ്പറിനൊരു പൊട്ടനാ. എനിക്ക് സ്നൈപ്പറൊന്നും ഒന്ന് യൂസ് ചെയ്യാൻ പോലും അറിയത്തില്ല. തോന്നിയിട്ടുണ്ട്. ടൈം കഴിഞ്ഞു. അടിച്ചോ ഗൈസ്? അടിച്ചു. എന്നിട്ട് നല്ലോണം പൊട്ടിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ AWM ആണെങ്കിലും സ്നൈപ്പർ ആണെങ്കിലും നമ്മൾ സൂം പിടിച്ചുകൊണ്ട് ഒരു ഹെഡ് ഷോട്ട് അങ്ങോട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. നമ്മൾ സീനാണ്. ഓക്കെ, UMPയും വുഡ്പെക്കറും മിനി യൂസിയും. എനിക്ക് വുഡ്പെക്കർ വെച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇത് വെച്ച് നല്ല പ്രാക്ടീസ് ആയിരുന്നു. ഞാൻ ട്രെയിനിങ്ങിൻ്റെ അങ്ങോട്ട് പോയായിരുന്നു. ഓക്കെ, അയ്യാ മറക്കോ? ഓക്കെ, മാറിയിട്ടുണ്ട്. ഗൈസ്, എൻ്റെ സൗണ്ട് പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇല്ല, ഞാൻ കുറച്ച് സൗണ്ട് കുറച്ചാണ് പറയുന്നത്, അതുകൊണ്ടായിരിക്കും. കണ്ടോ? എടാ AWM വെച്ച് അടിക്കുന്ന പോലെയാണല്ലോ അവനെ ഞാൻ അടിക്കണേ. ഗൈസ്, എൻ്റെ സൗണ്ട് കുറച്ച് കുറഞ്ഞു പോകുന്നൊന്നുമില്ല. കാരണം എനിക്കത് തോന്നിയതായിരുന്നു. കുറച്ച് മുമ്പ് അങ്ങോട്ട് കുറഞ്ഞെന്നാണ് തോന്നണേ. എടാ UMP എടുത്തോ. അയ്യോ എടാ ഇവ പുല്ലായടാ. പുല്ലായ പിന്നെ ഭയങ്കര പാടാ. കണ്ടോ പൊട്ടിച്ചവനെ തന്നെ. ആടാ അവനെ ഏത് കാരണം എടുത്തത്? മിനി യൂസിയാ. എടാ ഇത് വെച്ച് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മറന്നുപോയി. കാരണം ഈ മിനി യൂസി വെച്ച് എനിക്ക് നല്ല എക്സ്പീരിയൻസാണ്. മാത്രമല്ല മിനി യൂസി വെച്ച് ഞാൻ എല്ലാ ദിവസവും 1v1ഉം ലോൺ വോൾഫ് ഹെഡ് ഷോട്ടും പിന്നെ 2v2 ഒക്കെ കളിക്കും. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഇത് എടുത്തിട്ട് എല്ലാവർക്കും ഹെഡ് ഷോട്ട് കൊടുക്കും. അതാണ് ഞാൻ. നിൻ്റെ കളിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ലടേ, ചാവ്. എടാ ഇവനെങ്ങനെയാണ് എത്ര പടി എന്നെ ഇങ്ങനെ എലിമിനേറ്റ് ആക്കുന്നേ? കുറച്ച് ഇമോട്ട് വെച്ച് ഷോർ കേൾക്കാം. എടാ അടുത്ത മാച്ച്. എടാ ഇതെവിടെയാണ് സ്ഥലം? ഇനി അവൻ്റെ ജ്യൂസാണ്. എടാ ഇത് 2v2 ബെസ്റ്റ് ആണല്ലോ. 2v2 ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട് അവിടെ സ്പോണാവും, ഞാൻ ഇവിടെ സ്പോണാവും. അല്ലെങ്കിൽ ഞാൻ അവിടെ സ്പോണാവും, അവൻ ഇവിടെ സ്പോണാവും. ഓക്കെ, ഡെസേർട്ട് ഈഗിൾ വെച്ച് ഞാൻ പണ്ടൊക്കെ 2v2നും ലോൺ വോൾഫ് ഹെഡ് ഷോട്ടിനും 1v1നും ഒക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടില്ലേ, പൊട്ടിച്ചു. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഡെസേർട്ട് ഈഗിൾ വെച്ച്. പക്ഷെ ഞാൻ അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പോവാറായിട്ടുണ്ട്. ഏതാണ്ടൊക്കെ പോവാറായിട്ടുണ്ട്. അങ്ങനെയൊക്കെ കളിച്ച് പോകണം. എൻ്റെ പൊന്നെ. എടാ ഈ സ്പെഷ്യൽ എയർ ഡ്രോപ്പോ? അതെന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും അടുത്തൊരു വീഡിയോ എല്ലാവർക്കും വീണ്ടും കാണാം. ചാനൽ ഒന്ന് കയറി സബ് ചെയ്തേക്ക് കേട്ടോ. ആരും മറക്കല്ലേ. എല്ലാവർക്കും ബൈ.